ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ട്യൂലിപ്പ് ഫ്ലവറാണ്, അറ്റ് ഹോമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ട്യൂലിപ്പ് ഫ്ലവർ ഇഷ്ടമാണെന്ന് അറിയാമെന്ന് തോന്നുന്നു. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് എടുക്കുന്നത് ക്രേപ്പ് പേപ്പേഴ്സ് ആണ് കേട്ടോ. ക്രേപ്പ് പേപ്പേഴ്സ് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്കറിയില്ല ശരിക്കും. അപ്പം ഞാൻ ഒരു കടയിൽ പോയപ്പോൾ കണ്ടതാണ്. പിന്നെ നമുക്ക് ഫെവി ബോണ്ട്, ഞാൻ ഒട്ടിക്കാൻ വേണ്ടി ഫെവി ബോണ്ടാണ് എടുക്കുന്നത്. പിന്നെ പച്ച കളറിലെ ക്രേപ്പ് പേപ്പേഴ്സും പിന്നെ ഒരു കമ്പിയും പിന്നെ അതിൻ്റെ കൂടെ 2-4-3 ഒരു പച്ച തന്നെ ക്രേപ്പ് പേപ്പറും പിന്നെ കട്ടി കിട്ടാനായിട്ട് ഒരു ന്യൂസ് പേപ്പറും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കത്രിക മെയിനായിട്ട് വേണം കേട്ടോ. നമുക്ക് വേണ്ടത് ബ്രൗൺ ടേപ്പാണ്. ഞാൻ അതും കണിയാൻ മറന്നു പോയി. ഇനി നമുക്ക് വേണ്ടത് സ്കെയിലാണ് കേട്ടോ അളവെടുക്കാൻ. നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അങ്ങനെ ഞാൻ ഈ ക്രേപ്പ് പേപ്പേഴ്സ് എടുത്തിട്ട് ഇന്നൊരു സൈസിന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഈ സ്കെയിലിൻ്റെ സൈസിനാണ് കേട്ടോ ഞാൻ എടുക്കണത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2 സെൻറ്റിമീറ്റർ വെച്ചെടുക്കാം, അങ്ങനെ ഇഷ്ടമുള്ള അളവിന് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വെച്ചിട്ട് ഞാൻ ഇവിടെ 2, 3, 6, 7, 8 അങ്ങനെ കുറച്ച് പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിൽ ഏറ്റവും വലുതെടുക്കാം. അപ്പോൾ അതേ കണ്ടോ ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡ്രസ്സിൻ്റെ ഒക്കെ രൂപം പോലത്തെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, കൊണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞിന് ഫ്ലവറിൻ്റെ ഇതുപോലെ തോന്നില്ല, അതാണ് നമ്മുടെ ആദ്യത്തെ കേട്ടോ. നമ്മളത് ഇപ്പുറത്ത് ഇതുപോലെ ആക്കണം. അപ്പോൾ 2 സൈഡും മാനാക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ. ഫ്ലവർ മേക്കിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കൂടെയാണ് ഞാൻ ട്യൂലിപ്പ് ഫ്ലവർ ഉണ്ടാക്കുന്നതായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതുപോലെ ഒരു ചെറുതും കൂടെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണ്ടി ഇങ്ങനെ വയ്ക്കാം. നമുക്ക് ഫെവി ബോണ്ട് എടുത്ത് ഒട്ടിക്കാട്ടോ. ഫെവി ബോണ്ട് ഫെവിക്കോളായാലും ഫെവി ക്യുക്ക് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്, കാരണം അത് യൂസ് ചെയ്യുമ്പോൾ വെള്ളമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഫെവി ബോണ്ട് അല്ലെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ചെയ്തില്ല 5 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മൊത്തം ഉണ്ടാക്കിയെടുത്തു ഞാൻ കണ്ടോ. ഇതുപോലെ ഒരു അളവാവണം എന്നൊന്നുമില്ല, ഒരു അളവാവാത്താണ് ഭംഗി, കാരണം ഓരോ ഇതിലും ഓരോ അളവാണല്ലോ. അപ്പോൾ അത് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ എടുക്കാം. ന്യൂസ് പേപ്പർ വേണമെന്നില്ല, നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൻ്റെ പേപ്പർ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഇത്തിരി കട്ടിയുള്ളതാണല്ലോ, അതായാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് അതൊരു ഒരു റൗണ്ട് ഷേപ്പിലുള്ളതാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയൊന്ന് ഇങ്ങനെ ഉരുട്ടിക്കളഞ്ഞിട്ടുള്ളതായാലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബ്രൗൺ കളറുള്ള ടേപ്പ് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിത് ഇതുപോലെ ഈ ഒരു ഷേപ്പാക്കി എടുക്കണം. നമുക്കത് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടി സ്റ്റിക്കും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാൻ മറന്നു പോയതാണ്, അത് ഞാൻ അതിൻ്റെ കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അത് ചെയ്യേണ്ടതിൻ്റെ മെയിൻ സ്റ്റെപ്പ് കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് 3 കളറിലുള്ള ക്രേപ്പ് പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒരേ സൈസാണ് ഒന്ന് നോക്കിയിട്ടൊന്ന് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ പകുതിയാക്കി വെച്ച് കൊടുക്കാം. നമ്മളത് ഇലയുടെ രൂപത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായവരൊന്നും നമ്മുടെ പേറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സ്റ്റെമ്മായിരിക്കല്ലേ, ഇപ്പോഴെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നാലോ. അതെ, നമ്മൾ ഉണ്ടാക്കുന്നത് ലീഫാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അത് അറിയാം ഇങ്ങനെ മനസ്സിലായി എന്നുള്ളവരൊന്ന് പറയാം. അപ്പോൾ ഓക്കെ, ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കമ്പി ഈ പച്ച കളറിലുള്ള ഷീറ്റ് എടുത്തിട്ട് വെക്കാം. ഓക്കെ, നമുക്കിത് ചുറ്റി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേറെ വീക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ തന്നെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചുറ്റി കൊടുത്തപ്പോൾ ഇത്രയും വന്നു കേട്ടോ. അപ്പോൾ അതിൽ ബാക്കി വന്നു. അപ്പോൾ ഞാൻ ഒരു പേപ്പർ കൂടി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ആയതുള്ളൊക്കെ ഇനി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അതിന് ഫെവി ബോണ്ട് എടുക്കാം. ഓക്കെ, നമുക്കിത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടെന്നാൽ ഇപ്പോഴേ നല്ല ഭംഗിയുണ്ട്. ഞാൻ നടുക്കിലത്തെ ഇത് വെച്ചത് കാരണം നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ബാക്കിയുള്ളത് ഞാൻ ഒരെണ്ണം കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ കേട്ടോ. ഓരോത്തിനും ഓരോ സീസണാണ്. ഇനി നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്കിതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ, ഇതിൽ കാണുന്ന പോലെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ അതവിടെ വെക്കാനോ. അത് നമുക്ക് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ വെക്കാം കേട്ടോ. ഇതുപോലെ ഓക്കെ, ഇത് ഇതുപോലെ വെച്ചിട്ടുണ്ട് കണ്ടോ, ഓരോ സൈസായിട്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം.
അപ്പോൾ ഓക്കെ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ട്യൂലിപ്പ് ഫ്ലവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഏറ്റവും താഴെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത തേക്കുണ്ട് കേട്ടോ, അടുത്ത ഒരു ലീഫും കൂടി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വല്ല ശാസ്ത്രോത്സവമോ അങ്ങനെയൊക്കെ വന്നാൽ ഒരു മറ്റേ പേപ്പർ ക്രാഫ്റ്റിനൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റിയ അടിപൊളി ഐഡിയ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെയ്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇല സെറ്റ് ചെയ്താലോ. അപ്പം ഇല ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ വേസ് ആയിട്ടും ബൊക്കെ ആയിട്ടും ടീച്ചർമാർക്ക് ഗിഫ്റ്റായിട്ടും കുട്ടികൾക്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ സ്കൂളിൽ ഇനി മാറി പോകണമെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഐഡിയ ആണ്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതുപോലെ ഞാൻ ചുരുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് പശ തേച്ചിട്ട്. പക്ഷേ ഈ വി ബോണ്ട് തന്നെ വേണമെന്നില്ല കേട്ടോ, എനിക്ക് ഒട്ടിക്കാൻ വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്താണ്. ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അത് ഒട്ടാണ് നോക്കണം കേട്ടോ, അതാണ് മെയിൻ. അപ്പം നമ്മുടെ അടുത്ത ഫ്ലവർ ഡേറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ട്യൂലിപ്പ് ഫ്ലവർ. നോക്കൂ എങ്ങനെയുണ്ട്. ഓക്കെ, നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ ഇവിടെ അടിപൊളിയായിട്ട് റെഡി. നമുക്കൊരു മാജിക് കണ്ടാലോ. 3, 2, 1. അപ്പം നമ്മുടെ അടിപൊളി മാജിക് കണ്ടത് ഞാനിവിടെ 2 കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം 3 ഭംഗിയുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ. അപ്പം ടീച്ചർമാർക്ക് ഗിഫ്റ്റ് ഐഡിയയും കൂടി ആണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പം ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.